ഇനിയും വൈകിട്ടില്ല എന്ന കഥയുടെ തുടർഭാഗം. അഡ്വക്കേറ്റ് ചോദിച്ചു ലേഖയോട്, നമുക്ക് സാമുമായുള്ള വിവാഹം ആലോചിച്ചാലോ എന്ന്. വേണ്ട സാർ. അതെന്താ? അന്നത്തെ ലേഖ മരിച്ചുപോയി. ഇന്ന് ജീവിച്ചിരിക്കുന്ന വെറുമൊരു രൂപം മാത്രമാണ്. ഇന്ന് എന്നെ കണ്ടാൽ ആൾക്കാർ തിരിച്ചറിയുക പോലുമില്ല. വെറുതെ അയാൾ കൂടി എന്നെ തള്ളിപ്പറയുന്നത് കേൾക്കാൻ വയ്യ. ലേഖ, ധൈര്യമായിട്ട് പോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വക്കീൽ ലേഖയെ വിളിച്ചു. ലേഖയെ എനിക്കൊന്ന് കാണണം. ലേഖ ഒരു ഞായറാഴ്ച വക്കീലിനെ കാണുവാൻ ചെന്നു. ഗേറ്റ് കടന്നതേ കണ്ടു വില കൂടിയൊരു വാഹനം വീട്ടുമുറ്റത്ത് കിടക്കുന്നു. ലേഖ കോളിംഗ് ബെൽ അമർത്തി. കതക് തുറന്നത് മറ്റൊരാളായിരുന്നു. പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ലേഖ അത് സാമായിരുന്നു. വളരെ കാലമായി നേരിട്ട് കണ്ടിട്ട്. ലേഖ എന്നെ മറന്നോ? ലേഖ ചിന്തയിൽ നിന്നുണർന്നു. ഇല്ല, പക്ഷേ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, കയറി വാ, ഇരിക്കെ. ലേഖ ഇരുന്നു. സാമിൻ്റെ നോട്ടം ലേഖയെ തന്നെ. സാം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആകപ്പാടെ ക്ഷീണിതയാണ്. വില കുറഞ്ഞ ഡ്രസ്സും കാലിലെ ചെരുപ്പ് തേഞ്ഞ് തീരാറായതാണ്. നല്ലൊരു റോസാപ്പൂ പോലെ ഇരുന്ന പെങ്കൊച്ച പഴയ ലേഖയുടെ നിഴലാണെന്ന് തോന്നും. അത്ര കണ്ട് മാറിപ്പോയിരിക്കുന്നു. ലേഖയോട് സാം ചോദിച്ചു, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, വക്കീൽ ഉടൻ പറഞ്ഞു. വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം ലേഖ. ജീവിതമെന്ന് പറയുന്നത് ഒന്നേയുള്ളൂ. അത് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ലേഖയ്ക്ക് സാമിനെയും സാമിന് ലേഖയെയും ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരാം. എന്തു പറയുന്നു? വേണ്ട സാർ, ഇത്രയും വയസ്സായി. ഇനിയൊരു വിവാഹമൊന്നും എനിക്ക് വേണ്ട, ലേഖ പറഞ്ഞു. എത്ര വയസ്സായി? 35. ലേഖ, ഒരു കാര്യം മനസ്സിലാകണം. ലേഖയ്ക്ക് വേണ്ടി ജീവിതം വേണ്ടെന്ന് വെച്ചയാളാണ് സാം. ഇനിയും വൈകിട്ടില്ല, സാം ലേഖയോട് പറഞ്ഞു. ഇനിയുള്ള കാലം നമുക്ക് ഒന്നിച്ചു പോയിക്കൂടെ? ഇനിയും വൈകിട്ടില്ല ലേഖ. അങ്ങനെ അന്ന് തന്നെ അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. ആഞ്ഞിലത്തെ തറവാടിന് തിരുമുറ്റത്ത് സാമിൻ്റെ കാർ വന്നു നിന്നു. അതിൽ നിന്നും സാമും ലേഖയും ഇറങ്ങി. ആൻസിയും അലക്സും അനുജന്മാരും നോക്കി നിൽക്കെ സാമിൻ്റെ കൈയും പിടിച്ച ലേഖ ബംഗ്ലാവിലേക്ക് കടക്കവേ ആൻസി തടയാൻ ശ്രമിച്ചു. ആൻസിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ലേഖ പറഞ്ഞു, മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കൊള്ളണം. ഇതെൻ്റെ വീടാണ്. ഇവിടെ ഇനി ഞാൻ തീരുമാനിക്കും എല്ലാം. എല്ലാവരും അമ്പരന്നു. ധൈര്യമില്ലെങ്കിലും ലേഖ ധൈര്യമുണ്ടെന്ന് നടിച്ചു. അന്ന് മുതൽ എല്ലാവരും മനസ്സിലാക്കി ലേഖയെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം അവളുടേതാണെന്ന്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 1-2 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും അവരവരുടേതായ വീടുകളിലേക്ക് മടങ്ങി. ലേഖയും സാമും വീണ്ടും ജീവിക്കുവാൻ തുടങ്ങി സസന്തോഷം.